വെൽക്കം ബാക്ക് ടു ലേണിനോ. 2025 അവസാനിക്കാറായി. 2026 പൊതുവെ നമ്മൾ ഒരു ന്യൂ ഇയർ ആവുമ്പോൾ കുറെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കുന്നവരാണ് അല്ലേ. അപ്പോൾ 2026 ഏതെങ്കിലും ഒരു ടെക്നിക്കൽ എക്സാം എഴുതി ഒരു ഡ്രീം ജോബിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് നമുക്ക് അവസരങ്ങൾ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇപ്പോഴും പലപ്പോഴും പല സ്റ്റുഡൻസും മെസ്സേജ് അയക്കാറുണ്ട്. ഇപ്പോൾ മിസ് ഈ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നോ, ഇത് എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്, എങ്ങനെയാണ് അറിയുന്നത്. അപ്പോൾ പലർക്കും അതായത് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലാത്തത് കൊണ്ട് പല എക്സാംസും മിസ്സാവുന്നവരുണ്ട്. ഇപ്പൊ തന്നെ റീസെന്റ് ആയിട്ട് ഇപ്പൊ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റിന്റെ കോഴ്സ് എടുക്കണം എന്ന് പറഞ്ഞ് എൻക്വയറി ഇട്ടതിന് ശേഷമാണ് ആൾ ഓർക്കുന്നത് ആ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടില്ല. കുറെ പേര് കൺഫേം ചെയ്യാൻ വിട്ടുപോകുന്നവരുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായി നമുക്കിപ്പം 2026 എന്തൊക്കെ പരീക്ഷകൾ നമുക്ക് വരാനുണ്ട്, അതിലേതൊക്കെ എനിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അത് PSC മാത്രമല്ല, അപ്പൊ നമുക്ക് RRBയുടെ എക്സാംസ് ഉണ്ട്, ISROയുടെ എക്സാം ഉണ്ട്, SSCയിൽ വരുന്ന എക്സാംസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു വാലിഡ് ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ ആ ഗേറ്റ് സ്കോർ ബേസ് ചെയ്തുകൊണ്ട് പല പബ്ലിക് സെക്ടർ കമ്പനീസിലും റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. അത് നമുക്ക് ഏതൊക്കെയാണ് ചെയ്യാൻ പറ്റുക, അപ്പൊ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടണം. അപ്പൊ നമ്മുടെ PSCയുടെ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അത് കോമൺ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. അത് കൂടാതെ ഇലക്ട്രിക്കലിന് സെപ്പറേറ്റും ഇലക്ട്രോണിക്സിന് സെപ്പറേറ്റും ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം, നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. അപ്പൊ അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാ നോട്ടിഫിക്കേഷൻസും ഡീറ്റെയിൽസും കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് ആദ്യം ചെയ്യേണ്ടത്. പ്രിപ്പയർ ഒക്കെ ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ആദ്യം കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇനി അടുത്തത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പരീക്ഷകൾക്കാണ് നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഇനി ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ട് നമുക്കിനി ഏതൊക്കെ പരീക്ഷ വരും. ഇപ്പൊ ഇവരെ എന്തായാലും പുതിയ നോട്ടിഫിക്കേഷൻസ് ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പൊ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഒരുവിധം PSCയുടെ എല്ലാ പരീക്ഷകളും നടന്നു കഴിഞ്ഞു. അപ്പൊ അതിന്റെ കാലാവധി കഴിഞ്ഞിട്ടാണ് ഇനി വീണ്ടും നടക്കാനുള്ളത്. അപ്പൊ 2022-23 നടന്ന പരീക്ഷകൾക്ക് ഇനി അടുത്ത വർഷങ്ങളിലൊക്കെ വീണ്ടും അതിന്റെ കാലാവധി ഇനി നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ അതിനൊക്കെയുള്ള ഒരു ഏർലി പ്രിപ്പറേഷൻ നമുക്ക് നടത്താം. ഇലക്ട്രിക്കലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാം എന്ന് പറയുന്നത് KSEB സബ് എഞ്ചിനീയർ എക്സാം തന്നെയാണ്. അത്യാവശ്യം വേക്കൻസി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഒരു പ്രിപ്പറേഷൻ പലരും ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ കോച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിലും സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ എക്സാമിനെ കുറിച്ച് ഒരു മുൻധാരണ നമുക്ക് ആദ്യം വേണം. ഇനി ഇതിന് എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത് നമുക്കിപ്പോ ഏതൊരു എക്സാം ആണെന്നുണ്ടെങ്കിലും PSCയുടെ പാറ്റേൺ ഒക്കെ വളരെയധികം അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ബേസിക് ലെവലിലുള്ള കാര്യങ്ങൾ മുതൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ചിലപ്പോൾ വളരെ സിമ്പിൾ ആയിരിക്കും, പക്ഷെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണെന്ന് പറഞ്ഞാലും ആൻസർ നമുക്ക് വളരെ ആലോചിച്ച് എഴുതേണ്ട രീതിയിലുള്ള ആൻസർ ആണ്. അപ്പൊ ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു പഠനം നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതിന് നമ്മൾ എക്സാം നോട്ടിഫിക്കേഷൻ വരാൻ കാത്തിരിക്കേണ്ട, ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാം. അപ്പൊ അത് എങ്ങനെ പഠിച്ചു തുടങ്ങണം? പലരും നല്ല ബ്രേക്ക് വന്നവരുണ്ടാവും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ജോബിന് ശേഷം ഇതിലേക്ക് വരുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ തന്നെ പഠിച്ചു കഴിഞ്ഞ ഒരു ബ്രേക്ക് വന്നവരുണ്ട്. അപ്പൊ എങ്ങനെ ഇത് ബേസിക്സ് തുടങ്ങണം? നമ്മൾ ലേണിനോ നമ്മുടെ കംപ്ലീറ്റ് പ്രിന്റഡ് ബുക്ക് സെറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ്. അതിൽ ഹാൻഡ് ബുക്കും MCQ സെറ്റും വരുന്നുണ്ട്. ഹാൻഡ് ബുക്കിൽ നിങ്ങൾക്ക് തിയറി ബേസിക്സ് ഫുള്ളായിട്ട് പഠിക്കാൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏത് എക്സാം ആണെന്നുണ്ടെങ്കിലും S3, S4, S5 പഠിച്ചിട്ടുള്ള എല്ലാ സബ്ജക്റ്റും കൂടെ ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ ഇതിനൊക്കെ പഴയ ബുക്കുകളും നോട്ടും ടെക്സ്റ്റും ഒക്കെ തപ്പിപ്പോകേണ്ട ഒരു ആവശ്യമില്ല. എല്ലാ സബ്ജക്റ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഹാൻഡ് ബുക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇനിയും ഹാൻഡ് ബുക്ക് അല്ലെങ്കിൽ നമ്മുടെ MCQ സെറ്റ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ. നമ്മൾ വീണ്ടും അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അത് എത്തിച്ചു തരാം. അപ്പൊ ആ ബുക്സ് വെച്ചിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നമുക്ക് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്കൊരു കോഴ്സ് ആയിട്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബണ്ടിൽ കോഴ്സ്, അതായത് ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്കൊക്കെ ആയിട്ട് എല്ലാ എക്സാംസിനും കൂടെ ഒരു സിംഗിൾ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതും നമ്മളൊരു 2 ഇയർ വാലിഡിറ്റിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള വരാനിരിക്കുന്ന പരീക്ഷകളുടെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സസും നമ്മൾ ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. കുറെ സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്തിട്ടാണ്. കാരണം
ഇനി വരാൻ പോകുന്ന ഇപ്പൊ ഡെമോൺസ്ട്രേറ്റർ അല്ലെങ്കിൽ ട്രേഡ്സ്മാൻ എക്സാം അടുത്ത വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഇപ്പോഴേ പഠിക്കാൻ വേണ്ടി കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ഇപ്പൊ തന്നെ അതിന്റെ കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ള സിലബസ് വെച്ചിട്ടുണ്ട്. സിലബസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് അത് ചേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസ്, PDF മെറ്റീരിയൽ, ടെസ്റ്റ് സീരീസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ എല്ലാം നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം. ഇപ്പോൾ ഓൾറെഡി കുറച്ചു കാലമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണോ, അതല്ല ഞാൻ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യാണോ, അത് ആ ഒരു തോട്ട് ഫസ്റ്റ് നമ്മൾ കൊണ്ടുവരിക. എവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യണം? എനിക്ക് ബേസിക്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസിക്സ് തൊട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുക. എങ്കിലേ നമുക്കൊരു എക്സാം വരുമ്പോൾ, കാരണം മിക്കവാറും ഈ എക്സാം വരുമ്പോൾ ഒരു 3 മാസം മുമ്പൊക്കെയാണ് നമുക്ക് സിലബസ് കിട്ടുക. അതിനുശേഷം ഒരുപാട് ബ്രേക്ക് ഒക്കെ വന്നിട്ടുള്ള ഒരാളാണ് ആദ്യമായിട്ട് പഠിക്കാനിരുന്ന് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ എവിടെ എത്തില്ല. ഓക്കെ, അപ്പൊ ആ ഒരു ഏർലി പ്രിപ്പറേഷൻ നമുക്ക് ഉണ്ടാവുക. ഇപ്പൊ നമുക്കൊരു മടി ഉണ്ടാവും, ഒരു നോട്ടിഫിക്കേഷൻ വരാതെ ഇപ്പൊ എന്തിനാ പഠിച്ചു തുടങ്ങുന്നത്. പക്ഷെ ഡെയിലി നമുക്കൊരു 1 hour എങ്കിൽ 1 hour ഇതിനു വേണ്ടി മാറ്റി വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അത്രയും ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും. പിന്നെ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മുൻവർഷ ചോദ്യങ്ങളിലൂടെ, ടെസ്റ്റ് സീരീസുകളിലൂടെ നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും നമുക്കതൊരു പ്രാക്ടീസാണ്. പലപ്പോഴും നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. ചോദിക്കുന്ന ചോദ്യത്തിന് ഓപ്ഷൻസിൽ നിന്നും എങ്ങനെ ആൻസർ തിരഞ്ഞെടുക്കാൻ ആ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായത് നമ്മൾ ഈ ടെക്നിക്കൽ പരീക്ഷകൾക്ക് കോച്ചിങ് കൊടുക്കുന്നതോടെ നമുക്ക് പലതരത്തിലുള്ള സ്റ്റുഡൻസും ഓരോരുത്തരുടെ എക്സ്പെക്ടേഷൻ, ഓരോരുത്തർ എങ്ങനെയാണ് ഇത് പഠിക്കുന്ന രീതികൾ എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു അനാലിസിസ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ആദ്യം തന്നെ പരീക്ഷകളെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാവുക. അതിനുശേഷം നമ്മൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ളത് ഒന്ന് ചിന്തിക്കുക. അതിനുശേഷം നമുക്ക് കൃത്യമായ ഒരു സപ്പോർട്ട്, ഒരു അസിസ്റ്റൻസും കൂടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ 2026 നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ ടെക്നിക്കൽ പരീക്ഷ എഴുതി ഒരു ജോബ് സ്വപ്നം കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലേണിനോ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. താങ്ക് യു.